ഞങ്ങൾ പനേനാർകാവ് ദേവീക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീരഞ്ജൻ ആദിശ്യർ അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയും. നമുക്കതെല്ലാം ഒന്ന് കേൾക്കാം. എല്ലാവരും അമ്പലത്തിൽ വരണം, പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ചാനലിനെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ദ്വാപരയുഗത്തിലെ കഥ മഹാദേവി കേട്ട ആകൃഷ്ടയായ പാർവതി ദേവി പറഞ്ഞു, ഇത് അരുളി ചെയ്തത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ കഥ വളരെ ആശ്ചര്യമാണ്. ഇത് ലോകം മുഴുവൻ അറിഞ്ഞ ദേവിയെ ആരാധിക്കണം. അതിന് എന്താ മാർഗം? ഉത്തമ സ്ഥാനത്ത് ദേവിക്ക് ഒരു ക്ഷേത്രം പണിയാം. ദേവി തീരുമാനിച്ചു. എന്നിട്ട് ദേവി നാരദ മുനി, ദുർവാസ മഹർഷി, പരശുരാമന് ഇവരെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് കൽപ്പിച്ചു, ഉത്തമ സ്ഥാനത്ത് പവിത്രമായ സ്ഥലത്ത് ദേവിക്ക് ഒരു ക്ഷേത്രം പണിയും. അപ്പോൾ ഋഷിമുനിമാർ നോക്കിയപ്പം പവിത്രമായ സ്ഥലത്ത് 100 വർഷം 1000 വർഷത്തിന്റെ മലമൂത്രമോ ചോരയോ വീഴാത്ത ഭൂമി ഏതാണ്. അതുകൊണ്ട് അവർ തപശക്തി കൊണ്ട് ഇങ്ങനെയൊക്കെ മണ്ണിട്ട് പമ്പാനദിയിൽ ശബരിമലയിൽ നിന്ന് വേമ്പനാട്ട് കയ്യിലോട്ട് നേരിട്ട് പൊക്കൊണ്ടിരുന്ന പമ്പാനദിയിൽ മണ്ണിട്ടു. അവരുടെ തപശക്തി ഉണ്ട്. മണ്ണിട്ടപ്പം കിഴക്കൻ തിരുവേണി, പടിഞ്ഞാറൻ തിരുവേണി, ഇവിടെ ആറാട്ടുകടവിന് അക്കരെ പന്നായി പാലത്തിന്റെ കീഴിൽ നിന്ന് തിരുവേണി, അവിടുന്ന് വീണ്ടും പമ്പാനദി ഒന്നായിട്ട് വേമ്പനാട്ട് കൈ പതിക്കുക. പരുമല കിഴക്ക് ഭാഗത്ത് പാണനാട് എന്ന് പറയുന്നത് അവിടെയും വന്ന് അവിടെ പാലമുണ്ട്. ആ പാലത്തിന് കീഴിൽ നിന്ന് വീണ്ടും ഡൈവേർട്ടായിട്ട് പമ്പാതി രണ്ടായിട്ട് തിരിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ചോദിച്ചു വീണ്ടും ഒന്നായിട്ട് പോയിട്ട് വേമ്പനാട്ട് കയറി പോകുന്നത്. അപ്പൊ സ്ഥലമായി മുമ്പുണ്ടായിരുന്ന ഭൂമിയല്ല, ചോരയോ ഇല്ലാത്ത ഭൂമിയാണ്. അപ്പം മാത്രമല്ല 365 ദിവസവും ഇത് ദ്വീപ, 4 വശവും പമ്പയാറ്. അപ്പൊ പവിത്രമല്ലേ. അങ്ങനെ പവിത്രമായ സ്ഥലത്ത് കൽപ്പിച്ച ക്ഷേത്രം പണിഞ്ഞു. ദുർവാസ മഹർഷി, പരശുരാമനും നാരദമുനിയോ കൂടെയാണ് ഋഷിമുനിമാരാ ക്ഷേത്രം പണിയുന്നത്. ക്ഷേത്രം പണിഞ്ഞ് പുറത്ത് കരിങ്കാളി, കൊടുങ്കാളി, ഭൂതക്കാളി പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിഞ്ഞിട്ട് ക്ഷേത്രപാലിനെ വെളിയിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഉള്ളില് കിഴക്കേ നട, തുറക്കാത്ത നട, ആ അതിരൗദ്രഭാവം ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു. ദേവിയെ പ്രതിഷ്ഠിച്ച് 16 കൈയോടുള്ള അതിരൗദ്രഭാവം പ്രതിഷ്ഠ നടത്തിയിട്ട് ആദ്യം പുഷ്പാഞ്ജലിക്കിരുന്ന് നാരദമുനിയെ പീഠത്തോടു കൂടി ശൂലത്തെ കോരിയെറിഞ്ഞുന്ന ചരിത്രപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നു. അപ്പം ഇത്ര ശക്തനും സിദ്ധനും ഒക്കെ ആണെങ്കിലും ദുർവാസ മഹർഷി ഉലവുന്ന ചകിതനായി. അദ്ദേഹം ഇങ്ങനെ ചകിതനായിട്ട് നിന്നപ്പം ദേവി അശരീരമുണ്ടായി. ഈ രൂപത്തിൽ 16 കൈയുള്ള പ്രതിഷ്ഠ നിലനിർത്തിയാൽ മനുഷ്യർക്കോ മറ്റുള്ളവർക്കോ ദർശനം അസാധ്യം. അതുകൊണ്ട് ഭാവത്തിൽ മാറ്റം വരുത്തണം. പിന്നെ തപശക്തി കൊണ്ട് അവർ 16 കൈ 4 കഴിയായിട്ട് മാറ്റി ദുർവാസ മഹർഷി കൽപ്പിച്ചു, ഈ നട അടച്ചേരി, തുറക്കണ്ട, ഭാഗ്യം പരീക്ഷിക്കണ്ട. അപ്പൊ ദാരികനെ കൊന്നിട്ട് വന്നിരിക്കുന്ന രൗദ്രഭാവമാണ് രൗദ്രഭാവം, തുറക്കാത്ത നടയിൽ. അങ്ങനെ മാത്രമല്ല, ഈ നാരദമുനിയെ കോരിയെറിഞ്ഞില്ലേ. അപ്പൊ ദുർവാസ മഹർഷി കൽപ്പിച്ചു, ഇനി ഭാഗ്യം പരീക്ഷിക്കേണ്ട, ഈ ദേവി ശക്തിയെ പറ്റി, ദേവിയുടെ ക്രോധത്തിന്റെ ഭാഗ്യം പരീക്ഷിക്കേണ്ട എന്ന് കൽപ്പിച്ച് ഈ നട അടപ്പിച്ചു. ആ കിഴക്ക് നട അടപ്പിച്ചു. നട ഒരിക്കലും തുറക്കണ്ട. ദേവി വിഗ്രഹത്തിലോട്ട് മേലാൽ പൂജ്യം അർച്ചന ഒന്നും വേണ്ട. ഇന്നും അന്ന് മുതൽ ഇന്ന് വരെയും ദേവി വിഗ്രഹത്തിൽ പൂജാർച്ചന വിഷയം ഒന്നുമില്ല. നമ്മുടെ പുഷ്പാഞ്ജലിയും ഗുരുതി എല്ലാം നടക്കുന്നത് ദേവി വിഗ്രഹത്തിന്റെ വലതുവശത്ത് ശ്രീചക്രം പ്രതിഷ്ഠിച്ചു. ശ്രീചക്രത്തിലോട്ടാണ്. അതാ ശ്രീചക്രപ്രിയ ബിന്ദു ദർപ്പണ രാം ശ്രീ രാജരാജേശ്വരി എന്ന പുഷ്പാഞ്ജലി. അപ്പൊ ആ നട എങ്ങനെ അടച്ചു? വിഗ്രഹത്തിന്റെ വലതുവശത്ത് ശ്രീചക്രം പ്രതിഷ്ഠിച്ചു. നട തുറക്കുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ദ്വാപരയുഗത്തിൽ അടച്ച നട പിന്നെ ഈ കാലമത്തേന് തുറന്നിട്ടില്ല. ഒരു പ്രാവശ്യം തുറക്കാനിടയായി. അതിന് അനുഭവം ഉണ്ടായി. ഇവിടെ 108 ബ്രാഹ്മണനിലോ ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു ബ്രാഹ്മണനിലോ ഇല്ല. വെറുതെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാലും 5 സെന്റ് ആരും ബ്രാഹ്മണന്മാരും ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കത്തില്ല കുടുംബമായിട്ട്. കാര്യം ദേവി ഗോപത്തിന് ഒരു പാത്രമാണ്. ഈ 108 ഇല്ലങ്ങളും കത്തിച്ചാമ്പലായി. അതാകാൻ കാര്യമുണ്ട്. കേരളം ഉണ്ടാക്കി പരശുരാമൻ മൊത്തം ബ്രാഹ്മണർക്ക് കൊടുത്തില്ല. അക്കൂട്ടത്തിൽ ഇവിടെയും 108 ഇല്ലം ഉണ്ടായിരുന്നു. അവർ ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള കാലം അവര് ദേവിയെ നോക്കാതെ ഈ ബ്രാഹ്മണൻ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഇവിടെ കിഴക്ക് വശത്ത് തിരുവാറമംഗലം ശിവക്ഷേത്രം പണിഞ്ഞിട്ട് 10 ദിവസത്തെ ഉത്സവവും ഭട്ടശ്രീകോലും ഒക്കെ പണിഞ്ഞ് കുളമൊക്കെ ആയിട്ട് അവരങ്ങോട്ട് മാറി. ഞങ്ങൾ ശൈവര. മറ്റൊരു കൂട്ടര് കാവിന്റെ തെക്ക് വശത്ത് കുറുമ്പേശ്വരത്ത് മഹാവിഷ്ണു ക്ഷേത്രം പണിഞ്ഞിട്ട് ഞങ്ങൾ വൈഷ്ണവരാന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി. അതും ഭട്ടശ്രീകോലും 10 ദിവസവും ഉത്സവവും കുളമൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. ഇപ്പോഴേ കുട്ടിശപ്പേട് സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്ത് കുളമാണ്. ഇപ്പോഴവിടെ നീരൊഴുക്കുണ്ട്. അപ്പൊ അങ്ങോട്ട് മാറി 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞവര് ദേവിയായാലും മൈൻഡ് ചെയ്തതായി. ഇവിടെ വിളക്കൂലും കൊടുത്തതായി. കാട് കയറി കിടന്നപ്പോ പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആരോ പുല്ലറുത്തപ്പം അരുവാള് കൊണ്ട് കല്ലേന്ന് ചോര വന്നു.
അപ്പൊ അവരന്ന് പഴയ കാലമല്ലോ, അവരുടനെ പോയി നല്ല ജ്യോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഋഷിമുനിമാർ നിർമ്മിച്ച ക്ഷേത്രമാണ്. അപ്പൊ ദുർവാസ മഹർഷി നാരദമുനിയൊക്കെ പ്രാണപ്രതിഷ്ഠാനത്തി എന്ന് പറഞ്ഞാൽ ആ പ്രാണ ചെയ്തതിന് ഒരു കാലത്തും ഇല്ലാതാകത്തില്ല. മനുഷ്യനോ മറ്റുള്ളവർക്കൊന്നും ആ ശക്തി ആവാഹിക്കാനും ഒക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ശക്തി സ്വരൂപിണിയ സ്ഥലത്ത് വിളക്ക് പോലും കൊടുത്താതായി. ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞില്ല. അപ്പൊ കാട് കയറി പുല്ലേക്കാൻ ചെന്ന ആൾക്ക് ഒരുപാട് കല്ലെ കൊണ്ടിട്ട് ചോറ് വന്നു. അവർ പോയി പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത് ഋഷിമുനിമാർ പ്രതിഷ്ഠ നടത്തിയ പുരാതന ക്ഷേത്രമാണ്. വീണ്ടും വണ്ണം കലശം നടത്തി ശുദ്ധീകരണമൊക്കെ നടത്തിയിട്ട് നിത്യപൂജയൊക്കെ നടത്തിയാൽ ചെയ്യുന്നവർക്കും നാടിനും നന്മയെന്നാണ്. അങ്ങനെ അവരന്നത്തെ ആൾക്കാരുടെ അവരുടെ സൗകര്യാർത്ഥം അവരുടെ ശക്തിക്കനുസരിച്ച് പുനരുദ്ധാരണം നടത്തി ക്ഷേത്രം അപ്പൊ ഇവിടെ വൈകുന്നേരം നമ്മളെ കൂടുതൽ സമയം ഇല്ലല്ലോ അല്ലേ? 5 മണിക്ക് നട തുറന്നാൽ 6:30 ദീപാരാധന കഴിഞ്ഞാൽ നട അടയ്ക്കും. പിന്നെ രാത്രിയിൽ ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ തുറക്കത്തില്ല. പിന്നെ പിറ്റേ ദിവസം 5 മണിക്ക് തുറന്ന 5 മണിക്ക് ഗണപതി ഹോമം, താര ഭഗവാന്റെ അഭിഷേകം താരയൊക്കെ കഴിഞ്ഞ് 6:45 പായസം നേദിക്കും. 7 മണിക്ക് കൈവട്ട ഉരുതി സ്റ്റാർട്ട്. കൈവട്ട ഉരുതി 7 മണിക്ക് തുടങ്ങിയ ഉച്ചപൂജ വരെയും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ചയാണ് കൂടുതൽ ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ കടമറ്റത്ത് കത്തനാർ പരിസ്ഥിതി HM ചെറിയവാതിന്റെ അകത്ത് ആ HM കടമറ്റത്ത് കത്തനാരെ കൊണ്ടുവന്നു. അതിന്റെയൊക്കെ ചരിത്രം പറയണം. പറയുമ്പോ ഇത്തിരി സമയം പറഞ്ഞു അറിയാനല്ലേ ഒരുപാട് പശുവിനെ വളർത്തുവാനാണ്. അപ്പൊ ആ പശുക്കളെ ഇങ്ങനെ അന്നത്തെ കാലത്തില്ലയോ വനത്തിൽ മേയാൻ വിട്ടു. വനത്തിൽ മേയാൻ വിട്ട പശുക്കളെ ഇങ്ങനെ വനത്തിൽ മേഞ്ഞ് നടന്നിട്ട് വന്നപ്പോ കുറച്ച് പശുക്കളെ കാണാതെ പോയി കത്തനാര് ആ പശുവിനെ അന്വേഷിച്ച് വനത്തിൽ പോയി ആദിവാസികളുടെ കൂട്ടത്തിൽപ്പെട്ടു. അവര് ഹഠയോഗമൊക്കെ സിദ്ധി ചെയ്തിട്ടുള്ള മഹാമാന്ത്രിമാരാണ് ഈ ആദിവാസികൾ. അവരുടെ കൂട്ടത്തിൽ അവർ തടങ്കലിൽ ഇങ്ങനെ കത്തനാരെ വെച്ച് കുറെ കാലം അവിടെ അവരുടെ കൂടെ താമസിച്ചു. അപ്പൊ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ സിദ്ധി ചെയ്യാനുള്ള അവസരം കിട്ടി കത്തനാര്. അങ്ങനെ കത്തനാര് ഹഠയോഗമൊക്കെ സിദ്ധി ചെയ്ത സിദ്ധനായിട്ട് മാറി പശുക്കളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. പിന്നെ ഒരു സമയത്ത് പശുക്കളെ കാണാതെ പോയി കത്തനാര് ഇങ്ങനെ പശുക്കളെ നമുക്ക് പോയപ്പോ എങ്ങാണ്ടോ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ കത്തനാര് അപ്പൊ അതിനു മുമ്പ് കല്ലിയങ്കാട്ട് നീതി എന്ന് പറയുന്ന യക്ഷിയെ ബന്ധിച്ച് വീട്ടിൽ വേലക്കാരിയാക്കി നിർത്തി. കത്തനാര് എവിടെ പോയിട്ട് തിരികെ വന്നപ്പം അന്ന് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും മനത്തിൽ നിന്ന് വിറ പിടിച്ചാ കത്തിക്കുന്നത്. അപ്പൊ കത്തനാര് വീട്ടിൽ വന്നപ്പോ കത്തനാരുടെ അമ്മ പറഞ്ഞു ഒരു വേലക്കാരി ഉണ്ടായിരുന്നു കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോകണ്ടെന്ന് പറഞ്ഞ അവിടെ കാട്ടിൽ പോയി വിറ പിടിച്ചിട്ട് വന്നു. വീട്ടിൽ വിറവും കൊണ്ടുവന്നു. വിറവ് ഇട്ടിട്ട് പറഞ്ഞ് എന്റെ തലയിൽ മുള്ളു കൊണ്ടു ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ മുള്ളു വലിച്ചു ഊരിക്കളഞ്ഞു. അവളെ കാണാതായി. അപ്പോഴത്തേക്ക് കത്തനാർക്ക് കാര്യം മനസ്സിലായി. മന്ത്രത്തിര വലിച്ചൂരിയോണ്ട് അപ്രത്യക്ഷമായ യക്ഷിയാണ്. അപ്പൊ കത്തനാർക്ക് ദേഷ്യം വന്നു. ഈ യക്ഷി കളിപ്പിച്ചു പോയി. യക്ഷി ബന്ധിക്കണം നമ്മുടെ അക്ഷയബന്ധന മന്ത്രം ചൊല്ല ആവാഹന മന്ത്രം ചോദിച്ചുകൊണ്ട് കത്തനാരെ യക്ഷിയെ പറയണു. വന്നപ്പോ ഇപ്പോഴത്തെ പന്നായിപ്പാലത്തിന്റെ സ്ഥാനത്ത് അന്ന് തടിപ്പാലമുണ്ട്. യക്ഷി തടിപ്പാലമൊക്കെ തകർത്തിട്ട് ഇക്കര വന്നിട്ട് ഇവിടെ വന്ന് പഠിക്കാനെ തന്നെ നിൽക്കുന്ന അന്ന് ഉണ്ടായിരുന്നു പന. ആ പന വെട്ടി അങ്ങോട്ട് ചാഞ്ഞ് നിന്നുകൊണ്ടാണ് അത് വെട്ടിയത്. എന്റെ അമ്മാവനാണ് അത് വെട്ടിക്കുന്നത്. അങ്ങോട്ട് ചാഞ്ഞ് വീടെങ്കിലൊന്ന് വെച്ച് വെട്ടിച്ചതാ. ആ പനയെ കയറി യക്ഷി മേളിക്കിടെ കെട്ടിപ്പിടിച്ചോണ്ട് പിന്നെ നിലവിളിച്ചു. അപ്പോഴത്തേക്ക് കത്തനാര പന്നായി പാലത്തിന് അവിടെ വന്നപ്പം പാലം തകർത്തേക്കുന്നു. ഇപ്പൊ പോകാൻ വഴിയില്ല. അവിടെ കണ്ട പന്നായിക്കട കുഞ്ഞാമ്മ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പറഞ്ഞു എനിക്കൊരു ട്യൂഷനിലെ തരുമോ. അയാൾ ട്യൂഷനിൽ കൊടുത്തു. ആ ട്യൂഷനില് അടയോഗം സിദ്ധി ചെയ്ത ആളാ. വെള്ളത്തിന് വെളിയിൽ കൂടെ നടക്കാൻ കത്തനാർക്ക്. അപ്പം ഇന്നുമുണ്ട് അടയോഗം സിദ്ധി ചെയ്ത ആൾക്കാർ ഇന്നുമുണ്ട്. അവർക്ക് വെള്ളത്തിന് വെളിയിൽ കൂടെ അന്തരീക്ഷത്തിന്റെ കൂടെ ഒക്കെ നടക്കാൻ സാധിക്കും. ഞാൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നപ്പോഴാ ഒരു തിരുവനന്തപുരത്ത് രാമകൃഷ്ണൻ പറഞ്ഞ ഒരാള് 30 അടി വെള്ളത്തിന് മേളിൽ ഇരുന്നുകൊണ്ട് പത്രം വായിക്കുകയൊക്കെ ചെയ്യുക. മാധ്യമം പത്രത്തിൽ വായിച്ചതാ. പിന്നെ കോഴിക്കോട്ട് 9 വയസ്സുള്ള ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുവായിരുന്നു. അത് അവിടെ വാപ്പായ്ക്ക് ഒരു സന്യാസി അഭ്യസിപ്പിച്ചതാ. അങ്ങനെ അടയോഗം സിദ്ധി ചെയ്ത ആൾക്കാർ ഇന്നുമുണ്ട് ഹിമാലയത്തിലൊക്കെ മഹായോഗികൾ. അപ്പൊ ഈ കത്തനാർ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ മേളിൽ കൂടെ ഇവിടെ വന്നപ്പം കത്തനാർക്ക് മനസ്സിലായി യക്ഷി പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ആവാഹന മന്ത്രം നിർത്തിയിട്ട് കത്തനാരെ അക്ഷയബന്ധന മന്ത്രം ജപിക്കാൻ തുടങ്ങും. അത് കയറുകൊണ്ട് കിട്ടുന്ന പോലെ കെട്ടാണ്, ബന്ധനമാണ്. അക്ഷയബന്ധന മന്ത്രം ജപിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ മാർഗമില്ല. ഇത് മനസ്സിലാക്കിയ ത്രികാലദർശിയായ യക്ഷി മേലിൽ നിന്ന് നിലവിളിച്ചു, അമ്മയെ രക്ഷിക്കണമെന്ന്. അമ്മയെ രക്ഷിക്കണമെന്ന് 3 പ്രാവശ്യം നിലവിളിച്ചു അല്ലറി. അപ്പോൾ ദേവി അശരീരി ഉണ്ടായി. അമിത കാമാസക്തി കൊണ്ട് ശാപം കിട്ടിയ ദേവകന്യാണ് യക്ഷിയായിട്ട് പരിണമിച്ചതാ.
അത് ഈ എന്റെ സൗകര്യത്തിൽ വന്ന് എന്നെ ആശ്രയിച്ചു. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ ദാസിയായിട്ട് ഇവിടെ നിലകൊള്ളും. കത്തനാർ പൊക്കുവന്നു. അപ്പൊ ദേവിയുടെ ശബ്ദം കേൾക്കാൻ ഭാഗ്യമുണ്ടായതിൽ മതി പറഞ്ഞ കത്തനാർ അങ്ങ് പോയി. ആ കത്തനായ യക്ഷിയമ്മയോട് ഇങ്ങനെ നടക്കരുത്. അപ്പം യക്ഷിയെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒടുവിൽ നടന്ന ദേവപ്രസംഗത്തിൽ പറഞ്ഞു, യക്ഷി എത്രയായാലും യക്ഷിയല്ലേ, എപ്പോഴാ തനിച്ചോടുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് യക്ഷിയെ അങ്ങനെ യക്ഷിയായിട്ട് വിടേണ്ട, ഉപദേവതാ സ്ഥാനം കൊടുത്തിട്ട് ഇവിടെ ചെറിയ ക്ഷേത്രം പണിഞ്ഞ് നിത്യോപയോഗം കൊടുക്കാമെങ്കിൽ ഉപദേവതയായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് നിലകൊള്ളു. യക്ഷിയുടെ പുത്രനൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ചെറിയ ക്ഷേത്രം പണിഞ്ഞ് 2 നേരം പൂജ കൊടുക്കുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക്. ഉപദേവതയാ യക്ഷിയല്ല, ദേവിയുടെ ദാസി. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് വളയും പട്ടും ഒക്കെ വെക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ഇത് ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം, ഉപദേവത ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം ആരോ ഒരു സ്ത്രീ, ആരാണെന്നൊന്നും ഞാൻ അത്ര വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, പ്രസവിച്ചുടനെയുള്ള കുഞ്ഞ് കരച്ചില് നിർത്തുന്നില്ല. ഈ നിർത്താതെ കരയുന്ന കുഞ്ഞിന്റെ ഇത് കണ്ടിട്ട് ആ അമ്മ യക്ഷിയോട് അപേക്ഷിച്ചു, അമ്മ ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തണേ, ഞാൻ അമ്മയ്ക്ക് പട്ടും വളയും സമർപ്പിച്ചേക്കാമെന്നോ എന്തോ പറഞ്ഞു, കരിവിടെ സമർപ്പിക്കാമെന്നോ എന്തോ. അവരത് ചെയ്യുകയും ചെയ്തു. കുഞ്ഞിന്റെ കരച്ചിൽ നിന്നും അവരെ ഒരുപാട് ചെയ്യുകയും ചെയ്തു. ഒരു കാലത്ത് ഇങ്ങനെ കാലക്രമേണ ഇപ്പൊ കഴിഞ്ഞ വിഷുവിന് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, കുപ്പികള കരിവിള വാരിക്കളഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെ ഒത്തിരി പട്ടും വെള്ളപ്പട്ടും കറുത്ത പട്ടും കുപ്പികളെയും കരിവിളയൊക്കെ കൊണ്ട് ആൾക്കാർ വെക്കുന്നുണ്ട്. അവര് പ്രാർത്ഥിക്കുന്ന അവർക്ക് അനുഭവം ഉണ്ടായിട്ടായിരിക്കും, പ്രയോജനം ഉണ്ടായിട്ടായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ലക്ഷ്യന്മാരോട്. പിന്നെ ദേവിയുടെ ദൈത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുർവാസ മഹർഷി കിഴക്കനടയില് ദേവിയെ പ്രവേശിച്ചു. നാരദമുനി പുഷ്പാഞ്ജലിക്കുന്ന നാരദമുനി കോരിയെരിഞ്ഞപ്പോ ദേവി ഭാഗത്ത് വലതുവശത്ത്, ദേവിയുടെ വിഗ്രഹത്തിന്റെ വലതുവശത്ത് ശ്രീചക്രം പ്രവേശിച്ചു. എന്നിട്ട് ദുർവാസ മഹർഷി കൽപ്പിച്ചു, ഇനിമേൽ ചക്രത്തിലിട്ട് മതി പൂജ, ദേവി വിഗ്രഹത്തിലിട്ട് പൂജയൊന്നും വേണ്ട. അന്ന് മുതൽ ഇന്ന് വരെ അത് അനുവാദം തുടരുക. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മുകളിൽ ബ്രഹ്മാവിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. അത് ക്ഷേത്രം പണിഞ്ഞപ്പം പണിഞ്ഞ, അത് പ്രതിഷ്ഠയല്ല. അല്ല, അത് കണ്ടില്ലയോ ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങളൊക്കെ. ഈ ചുവർ ചിത്രങ്ങളൊക്കെ നമ്മള് യഥാർത്ഥത്തിൽ പച്ചല കൊണ്ട് തന്നെ ഉണ്ടാക്കിയതല്ല, ചാറുകൊണ്ട്. അത് 400 വർഷം മുമ്പ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജാവായിട്ടിരുന്നപ്പം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ദളവ, അന്നത്തെ കാലത്ത് പറയാൻ ദളവയ്ക്ക് വസൂരി വന്നു. അത് ഏറ്റവും കൂടിയ വസൂരി, കനകക്കല്ലൂരി എന്ന് പറയും, അടുത്ത തക്കാളി പോലെ ദേഹത്തൊക്കെ വരുന്നത്. ആ വസൂരി വന്നു. അതിന്റെ പിന്നൊക്കെ ചരിത്രമുണ്ട്, അതെല്ലാം ഞാൻ പറയാൻ പോയ ഒരുപാട്. നമ്മൾ അമ്പലത്തിന്റെ ആ ചുവർ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന്. ചുവർ ചിത്രങ്ങൾ ക്ഷേത്രം പണിഞ്ഞ 400 വർഷം മുമ്പ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജാവായിട്ടിരുന്നപ്പം അദ്ദേഹം ഇത് പണിയിച്ചതാ. തമിഴ്നാട്ടിൽ ശങ്കരൻകോവിലിൽ 4 കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിച്ച് അവർ പണിഞ്ഞ ആശാരി, ചെമ്പ് പണിക്കാരൻ, സ്വർണ്ണപ്പണിക്കാരൻ, തടിപ്പണിക്കാരൻ, കൊല്ലപ്പണിക്കാരൻ. അവരിന്നും അവരുടെ പിൻതലമുറ ഇവിടെ ഉണ്ട്. അവരൊക്കെ മറ്റു ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പൊ അന്ന് അത് പണിക്കാൻ കാര്യം 41 ദിവസം വെള്ളം പോലും ഇറക്കാതെ ഒരേ കിടപ്പ് കിടന്നു, അനക്ക് മാത്രമുണ്ട്. അങ്ങനെ പലരും കൊട്ടാരം വൈദ്യനും മറ്റു പല വൈദ്യന്മാരും നോക്കിയിട്ടൊന്നും പറ്റിയില്ല, അസുഖം മാറിയില്ല. അപ്പൊ രാജകൽപ്പനനുസരിച്ച് ഇവിടുന്ന് ഞങ്ങളുടെ കടന്നു ചെയ്യുന്നു. ഞങ്ങളന്ന് മഹാമാന്ത്രികന്മാരുണ്ടായിരുന്നു. മഹാകാളി സാധനയും ഒക്കെ സിദ്ധി ചെയ്ത, മൃതസഞ്ജീവനി സിദ്ധിയൊക്കെ ചെയ്ത മഹാമാന്ത്രികന്മാരുണ്ടായിരുന്നു ഞങ്ങളുടെ പൂർവീകർ. അവർ അന്നത്തെ കാരണവരെ കൊട്ടാരത്തിൽ കണ്ടനാശം എന്ന് പറഞ്ഞ ആള് അവിടെ ചെന്നു. രാജകൽപ്പന ചെന്നു, എഴുത്തപാടെ ചെന്നുണ്ടെ ചോദിച്ചു, രോഗി എവിടെ കിടക്കുന്നു? ഇന്നടുത്ത്. അപ്പം പറഞ്ഞു, പിന്നെ 40 ഇട്ട് വെള്ളം തിളപ്പിക്കാൻ, അത്തി ഇത്തി അരയാല് പേരാല് 40 ഇട്ട് വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞു. രാജ കൊട്ടാരം ആള് പോയി വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, 7 നുറുങ്ങിയ പൊടിയിലിട്ട് കഞ്ഞി വെക്കാൻ. കൊട്ടാരത്തിലൊന്നും കുറവില്ല, അതും ആയി. എന്നിട്ട് രോഗി എവിടെ കിടക്കും? ഇന്നടത്ത്. കയറി അകത്ത് കയറി കഥ അടച്ചു 3 4 എങ്ങാണ്ട് മന്ത്രം ചോദിച്ചിട്ട് ഈ 41 ദിവസം വെള്ളം പോലും ഇറക്കാതെ കിടക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം നടക്കാൻ പറഞ്ഞു. ഭിത്തിയെ പിടിച്ചോണ്ട് കൊട്ടാരത്തിന്റെ തിണ്ണയില് ഒരു റൗണ്ട് നടന്നു. അത് കഴിഞ്ഞ് വേണം നടക്കാൻ, പിടിക്കാതെ നടന്നിട്ട് വന്ന് ഒരു റൗണ്ട് നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് ഭയങ്കര ക്ഷീണം, കുളിക്കണം. അപ്പൊ 40 വെള്ളം പോയി കുളിച്ചു കഴിഞ്ഞ് വന്നു പറഞ്ഞു, ഭയങ്കര വിശപ്പ്, ഇത്ര കഞ്ഞി കുടിക്കണം. അന്നത്തെ ആൾക്കാരുടെ ആഹാരം അതില്ലേ, കഞ്ഞിയും പുളിശ്ശേരിക്കും. ഇന്നത്തെ പോലെ ചിക്കൻ ഫ്രൈ. അപ്പൊ കഞ്ഞി റെഡി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പം ആള് ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഉന്മേഷവാനായിട്ട് പറഞ്ഞു, മഹാരാജാവിന്റെ മുഖം കാണിക്കണം, ഒത്തിരി നാളായി തിരുമേനി മുഖം കാണിക്കും. ഉറങ്ങി എഴുന്നേറ്റ് വന്ന സ്റ്റൈലില് ചെന്ന് രാജകീയ വസ്ത്രം, ഈ മന്ത്രിയുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തലപ്പാവൊക്കെ ചെന്ന് തിരുമേനി മുഖം കാണിച്ചു. തിരുമേനിയുടെ സന്തോഷത്തിന് അതിരില്ല. വളരെ സന്തുഷ്ടനായ രാജാവ് അവർ രാജകാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിയെ മന്ത്രവാദി വൈദ്യൻ എന്തിയെന്ന് ചോദിച്ചു. അപ്പം ചെന്നു
ചെന്നപ്പോൾ മോൻ കാണിച്ചപ്പോൾ വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മുടെ സന്തോഷത്തിന് അതിരില്ല. 41 ദിവസം വെള്ളം പോലും ഇറക്കാതെ കിടന്ന നമ്മുടെ രാമയ്യനെ തിരികെ തന്നു. ഈ സന്തോഷത്തിന് എന്താ സമ്മാനം തരണ്ടേ? കൊട്ടാരത്തിലെ രാജകീയ ഇതെല്ലാം കൊടുത്തു, സ്വീകരണം എല്ലാം കൊടുത്തിട്ട് പിന്നെ പത്മശ്രീയോ അന്നത്തെ ഇതൊക്കെ പട്ടുമലയും വീരസിംഗിലെല്ലാം അവാർഡെല്ലാം കൊടുത്തിട്ട് വരും. നമ്മുടെ സന്തോഷത്തിന് എന്താ തരേണ്ടത്? അപ്പൊ പറഞ്ഞ് കുരിയാരെ കാണിച്ചിട്ട് പറഞ്ഞു. പള്ളിയുടെ ഭഗവതിയുടെ സ്ഥാനത്ത് ഒരു കുരിയാര്, ഇപ്പോഴത്തെ വല്യച്ഛനുണ്ട് അവിടെ, ആ വല്യച്ഛൻ, ആ മന്ത്രി ഉണ്ടായി ആ കുരിയാല. ആ കുരിയാല സ്ഥാനത്ത് അപ്പുറത്തെ ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ചെറിയ കുരിയാല, മേക്കൂര പോലും ഇല്ല. അപ്പൊ പറഞ്ഞു, ഒരു അടിയന്റെ ശക്തിയല്ല, ഇതെല്ലാം അവിടുത്തെ ശക്തിയാണ്. അവിടുത്തെ വിചാരിച്ചൊരു ഭസ്മം ചോദിച്ചു കൊടുത്താലൊക്കെ മാറും, അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം അവിടുത്തെ ശക്തിയാണ്. ആ ശക്തിയുടെ മേലില് മേക്കൂരയില്ല, കാറ്റും മഴയും മേലും എല്ലാം കൊണ്ട് കിടക്കാണ്. അവിടെ നേത്യത്തിന് നാഴിയായിരിക്കും വാങ്ങില്ല. അന്നത്തെ പഴയ ആൾക്കാരുടെ വേവട്ടം. അപ്പൊ പറഞ്ഞത് രാജാവിനോടല്ലേ. ഉടനെ രാജാവ് മൂളി. രാജാവിന്റെ സുഹൃത്തിനെ തമിഴ്നാട്ടിൽ മെസ്സേജ് കൊടുത്തിട്ട് അവിടുന്ന് 4 കുടുംബങ്ങൾ വന്നു ക്ഷേത്രം പണിഞ്ഞ്. അപ്പൊ ഇദ്ദേഹം കൊട്ടാരത്തിൽ ചീഫ് ഗസ്റ്റായിട്ടങ്ങ് താമസിച്ചു കുറെ കാലം. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കുചേരൻ കൃഷ്ണനെ കണ്ടിച്ച് വന്ന പോലെ ആയിപ്പോയി. അറിയുന്നില്ല പോയത് ഇവിടുന്നാണെന്നോ സംശയം. എന്തോ ഇവിടെ അപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ക്ഷേത്രമൊക്കെ പണിഞ്ഞ് ചെമ്പ് കഴിഞ്ഞ മേക്കൂരയും ഇപ്പൊ നമ്മൾ കാണുന്ന ചെമ്പ് കഴിഞ്ഞ മേക്കൂരയും വലിയ കൽവിളക്കും ഇതൊക്കെ അവര് പണിഞ്ഞ രാജകൽപ്പന അനുസരിച്ച് അവര് വന്നു. അവര് പണിഞ്ഞത് കൂടാതെ രാജാവ് ഈ നാട് മൊത്തം ഉണ്ട്. അതുകൂടാതെ വേറെ പല സ്ഥലങ്ങളിലും നിലവും പുരടത്തി പന്നനാഭ ക്ഷേത്രത്തിനായിട്ട് വീതം കൊടുത്തു. അരമുഴുവായിട്ട് രാജകൽപ്പനയ്ക്ക് കൊടുത്തു. അങ്ങനെ ഈ 4 ജാതിക്കാർ കൂടി ക്ഷേത്രം പണിഞ്ഞു. ക്ഷേത്രം പണിഞ്ഞിട്ട് പുനരുദ്ധാരണമൊക്കെ നടത്തി നിത്യപൂജ എല്ലാം നല്ലതായിട്ടായി. പിന്നെ ഉത്സവങ്ങളെല്ലാം പണ്ടിലേക്ക് വിഷുവിന് ആണ് ഇവിടുത്തെ പ്രധാന ദിവസം. അന്നാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അങ്ങനെ ഉത്സവമൊക്കെ ആയിട്ട് അപ്പൊ ഈ 10 ഏക്കർ നിലം ഉണ്ടായിരുന്നു ഇവിടെ ഈ പരുമല്. അവിടുത്തെ നിലത്തിന്റെ പ്രമാണത്തിൽ പറഞ്ഞേക്കുന്ന നേത്യത്തിന് 10 ഏക്കർ നിലത്തിന് നെല്ല് പോലെ 2 നേത്യത്തിന്. പിന്നെ അതിനപ്പുറത്ത് 2 ഏക്കർ വിരുപ്പ് നിലമുണ്ട്. അന്ന് ആൾക്കാർക്ക് ഗൾഫ് പണിയും മറ്റൊന്നും ഇല്ലല്ലോ, എല്ലാം കൃഷിയെ ആശ്രയിച്ചാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പം 2 പൂപ്പ് 3 പൂപ്പ് വിളവുള്ള 2 നെല്ലും ഒരു എള്ളും അല്ലെങ്കിൽ ഒരു കപ്പ ഒക്കെ ഇടാവുന്ന 2 ഏക്കർ നിലമുണ്ടോ വിരിപ്പ് ആറ്റുമാര്. ആ വിരിപ്പിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചേക്കുന്ന നിത്യനിദാന ചെലവുകൾക്ക്, അതായത് എണ്ണയും തിരിയും കർപ്പൂരവും മേടിക്കാനും കൂറ്റുമാർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ നിത്യനിദാന ചെലവെടുക്കെന്നും പറഞ്ഞു. അങ്ങനെ ഒരുപാട് വസ്തുവകൾ തന്നു, നിലം പുരടമൊക്കെ തന്നു രാജാവ്. അതൊക്കെ പിൽക്കാലത്ത് കാലക്രമേണ എല്ലാം പല കൈവശമായി പോയി. ഡോറ് അത് ആരാ തൃശ്ശൂർക്കാരൻ കോൺട്രാക്ടർ കൊണ്ട് അത് ഈ അടുത്ത കാലത്താണ് പണിച്ചത്. സിനിമാടി ഫാമ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു. വെളുപ്പിന് 3 മണിക്ക് രാത്രി ഇന്ന് രാവിലെ കയറിയത് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്കാ ഇറങ്ങുന്ന വേളയിൽ നിന്ന്. ഞാൻ പറഞ്ഞു വിഷുവിന് 14 കുറച്ച് നാളായിട്ട് പണിയായിരുന്നു. പണിക്കാർ ഇവിടെ താമസിച്ച് ആരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരുന്നു. അപ്പം കോൺട്രാക്ട് വന്നപ്പോ 1.5 പൈസ മേടിച്ചിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഒടിവ് വന്നപ്പോ ഞാൻ പറഞ്ഞു വിഷുവിന് ഏപ്രിൽ 14 വിഷുവാ, മേടം 1-ാം തീയതി. വിഷുവിന് മുമ്പ് എന്റെ പണി തീർന്നിരിക്കണം നിർബന്ധമായിട്ട് പണി. അപ്പൊ അതിന് അവരെ പണിക്കാരെ ചായം പകലും പണിഞ്ഞ് അവർ രാത്രി 10:30 വരെ കാശാൻമേൽ നിന്ന് പണിയാണ്. അങ്ങനെ രാവിലെ കയറിയ ആള് പിറ്റേ ദിവസം 3 മണിക്കാണ്, വെളുപ്പിന് 3 മണിക്കാണ് മേലത്തെ പണി തീർത്ത് ഇറങ്ങുന്നത്. എത്ര ദേവീഭാവങ്ങളായിരുന്നു അത്? അതില് 45 ദേവീഭാവങ്ങളുണ്ട് ആ ഡോറയിൽ. ഞങ്ങളാരും ആവശ്യപ്പെട്ടല്ല, തൃശ്ശൂർക്കാരൻ കോൺട്രാക്ടർ ദേവി തോന്നിച്ചായിരിക്കാം, ശരി സ്വയം പണിഞ്ഞ 45 ഭാവങ്ങൾ അതേ തന്നെ. ഇത് ഈ ക്ഷേത്രം എത്ര വർഷം പഴക്കം? ദ്വാപരയുഗത്തിലുള്ളത്. ദുർവാസാവ മഹർഷി കൂടെ പ്രതിഷ്ഠാനത്തിൽ പാർവതിയുടെ കൽപ്പന അനുസരിച്ച്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നതാണ് മർദ്ദണ്ഡ പണി. ഉണ്ട് വലിയ പനന്നാവ് ഇത് മാത്രമേ ഉള്ളൂ. പാർവതിയുടെ കൽപ്പന അനുസരിച്ച് ഋഷിമുനിമാര് പണിഞ്ഞ പനന്നാവ് ഇതാ വലിയ പനന്നാവ്. വേറെ എങ്ങും വലിയ പനന്നാവ് ഒന്നും വെച്ചിട്ടില്ല. കാര്യം ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ ഋഷിമുനിമാര് ദുർവാസ മഹർഷിയും പരശുരാമൻ ആരാ പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന മഹാദേവനെ അഘോര ഭാവത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമന്റെ സ്വന്തം ഗുരുവാ മഹാദേവൻ. പരശുരാമൻ ആരാ? മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ നരസിംഹച്ച വാമന രാമു രാമച്ച രാമച്ച കൃഷ്ണ കൽകി ജനാഥ്. ആ 10 ഭാവങ്ങൾ ഒന്ന് പരശുരാമൻ. അത് എന്റെ എളിയ അറിവ് വെച്ച് നോക്കിയിട്ട് ഞാൻ രാമായണ സീരിയൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ട അതിനകത്ത് ഒരു ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ശ്രീരാമനെ സ്വയംവരം കഴിഞ്ഞു വന്ന ശ്രീരാമൻ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് ശ്രീരാമൻ. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു നിരായുധനും സന്യാസിയുമായി അങ്ങോട്ട് ഞാനങ്ങനെ യുദ്ധം ചെയ്തു. അപ്പൊ പറഞ്ഞു ആര് പറഞ്ഞ നിരായുധനാണ്? ഉടനെ അദ്ദേഹം കാണിച്ചത്
പിന്നെ പറഞ്ഞു സരസ്വതി ഗായത്രി മേര കവച്, എന്റെ കവചമാണ് സരസ്വതിയും ഗായത്രി. ധർത്തി മേര രഥ, ഭൂമി എന്റെ രഥമാണ്. പറഞ്ഞു തീരുകയല്ല, ഭൂമിദേവി ഇങ്ങനെ പൊങ്ങുന്നു താഴുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് ഞാൻ അതിശയിച്ചു പോയി. ഭൂമിദേവിയെ പൊക്കാനും താക്കാനും കഴിവുള്ളവൻ ആരാ? ഈശ്വരനല്ലാതെ മനുഷ്യനെ കൊണ്ട് പറ്റും. അതുപോലെ സരസ്വതി ഗായത്രി മേര കവചം വന്നു. ഗായത്രി മന്ത്രമാണ് മന്ത്രങ്ങളുടെ രാജാവ്. ഗായത്രി മന്ത്രത്തിനെ വിശദീകരിക്കാനോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ ഞാൻ ആളല്ല, എനിക്കറിവില്ല. കാര്യം ഗായത്രി മന്ത്രത്തിന് ശക്തിയും അതിന്റെ ആഴവും അത്ര വലുതാണ്. അത് മഹാമുനിമാരൊക്കെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ യോഗ്യതയുള്ളവരുള്ളൂ, സാധാരണക്കാരില്ല. ഇതാണ് വലിയ പനയനാർകാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ച് അവിടുത്തെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് ദ്വാപരയുഗത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും പരമശിവന്റെ അടുക്കൽ പാർവതീദേവി ആവശ്യപ്പെട്ടതനുസരിച്ച് ദക്ഷയാഗം കഥ നേരിൽ കാണിച്ചു കൊടുക്കുകയും ക്ഷണിക്കപ്പെടാതെ യാഗത്തിന് ചെന്ന സതീദേവി അഗ്നി ചാടി ആത്മാഹുതി ചെയ്യുന്ന കഥയെല്ലാം പരമശിവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ സതീദേവി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ്. ഇതുപോലെ യാഗത്തിൽ ആത്മാഹുതി ചെയ്ത കാരണം പരമശിവൻ കോപിഷ്ഠനാവുകയും വീരഭദ്രനും ഭദ്രകാളിക്കും ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. ഭദ്രകാളിയുടെ രൂപം കണ്ട് ദേവിയുടെ പല രൂപത്തിലുള്ള ഭാവങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പാർവതി ദേവി പരശുരാമനോടും നാരദനോടും ദുർവാസ മഹർഷിയോടും ആവശ്യപ്പെട്ടതനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. കടമറ്റത്ത് കത്തനാര് യക്ഷിയെ തളച്ച സ്ഥലമാണ്. ഇത് പ്രധാന കവാടമാണ്. ഇവിടെ 47 ദേവീഭാവങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതാണ് യക്ഷിയമ്മയെ ദേവി പ്രതിഷ്ഠിച്ചതാണ്. കടമറ്റത്ത് കത്തനാരിൽ നിന്നും രക്ഷപ്പെടുത്തി രക്ഷിച്ചതാണിത്. ഇവിടെയുള്ള ചുവർ ചിത്രങ്ങളെല്ലാം വളരെ മനോഹരമാണ്. പച്ചില ചാറുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് പിന്നീടൊരു ഇതൊന്നും വരുത്തിയിട്ടില്ല. അന്നത്തെ ആ സമയത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇത് ഇരിക്കുന്നത്. ഇതുവരെ നമ്മൾ കൂടുതൽ രൂപങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പഴയ പോലെ തന്നെയാണ്. ഒരു ചെറിയ കളർ മങ്ങലൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചിത്രങ്ങളെല്ലാം. അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 400 വർഷം മുമ്പ് അന്നത്തെ ആൾക്കാർ കൈകൊണ്ട് ഉളി ഉപയോഗിച്ച് ചെയ്തതാണ്. അപൂർവമാണ് ബ്രഹ്മാവിൻ്റെയൊക്കെ രൂപങ്ങൾ നമ്മൾ അമ്പലങ്ങളിൽ കാണുന്നത്. ഇതില് കിണ്ടി വള എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇതൊക്കെ വളരെ പെർഫെക്ഷനോട് കൂടിയാണ് അന്നത്തെ കാലത്ത് ഇത് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നല്ല വ്യക്തമായിട്ടെല്ലാം നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വാതിലുകളിലും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു പൂവിൻ്റെ പോലെയും ഒക്കെ ഉള്ള ഒത്തിരി ചിത്രങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇതൊക്കെ കാണാൻ. ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ അമ്പലത്തിൽ വരണം, എല്ലാം കാണണം. അതുപോലെ തന്നെ ഇവിടെ ഭദ്രകാളിയുടെ പല പ്രതിഷ്ഠകളുണ്ട്. കരിങ്കാളി, അങ്ങനെ അങ്ങനെയുള്ള പ്രതിഷ്ഠകളുള്ള ഇതാണ്. അവിടെ ചുവപ്പ് കുപ്പിവളകളാണ് ഇവിടെ വഴിപാടായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ പ്രധാന കവാടം. പലതരത്തിലുള്ള ദേവീഭാവങ്ങളെല്ലാം ഇതിലുണ്ട്. തൃശ്ശൂരുള്ള ആരോരാണ് ചെയ്തു കൊടുത്തതാണ് പറയപ്പെടുന്നത്. ഇതിന്റെ മുകളിൽ ദേവീഭാവങ്ങളുണ്ട്. നേരെ മേപ്പോട്ട് നോക്കും, 13 ദേവീഭാവങ്ങൾ മേലിലുണ്ട്. എല്ലാം എണ്ണി വെച്ചേക്കാം. 45 ദേവീഭാവങ്ങളുണ്ട്. ഇതല്ലേ ഈ കഥയിൽ പ്രധാന കവാടം ആണ് ഇതെല്ലാം. പിന്നെ ഇങ്ങോട്ട് നോക്കും, മേലാലപ്പുറത്ത് നിന്ന ഇതേ ഭാവം അങ്ങോട്ടേക്ക് നോക്കാമെങ്കിലൊക്കെ ദേവിയുടെ പല ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം. ഇത് മൂലസ്ഥാനമാണ്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് അവിടുത്തെ കൊട്ടാരം ആണ്. ഇവിടെ തിരുവാഭരണമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ്. നമുക്ക് ഇത്രയും പഴക്കം ചെന്ന അമ്പലങ്ങളൊക്കെ കാണാം. വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതുപോലെ കുംഭകലശം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. അടയാണ് അതിൻ്റെ പ്രസാദം. എല്ലാവരും ഈ അമ്പലത്തിൽ വരണം, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ, മറക്കല്ലേ.
താങ്ക് യു. വേണ്ട